ബോംബ് സോഡയാണ് മോനെ, ബോംബ് സോഡ. ഞാൻ പറയാം ഒരു മിനിറ്റ് ഞാൻ സ്റ്റോറി എടുക്കാം. ഗൈസ് ഫസ്റ്റ് സ്റ്റോറി സ്റ്റെക്കായി പോയി, രണ്ടാമത്തെ സ്റ്റോറി ലിങ്കാണ്. അപ്പൊ എന്തായി കഴിഞ്ഞാൽ കർമ്മയിലുള്ളത് അടിച്ച് പൊളിക്കാണ് നമ്മൾ. ചെക്കന്മാർ ഫുൾ വൈബാണ്. അപ്പം ഇതാ പിന്നെയും ബഫർ അടിക്കുന്നില്ല. മുത്തായ ഓ സോഡ വന്നേ ഒറ്റവാലി ആയാ എന്താണ് കള്ള ഫിലിപ്പിന്റെ കരള് കത്തിയില്ലെങ്കിൽ നമ്മ കുടിക്കുന്നു. നോട്ടെ ബോംബ് സോഡ കുടിക്കാണ് അർഷാദിന്റെ സ്പെഷ്യൽ. ഇതാ അർഷാദ്. ഇങ്ങനെ സാധനം നമ്മളെ അവിടെ നിന്നില്ല സാധനം എന്തോ റിഫ്രഷ് കുടിച്ചോലെ മക്കളെ. സാധനം അപ്പൊ എന്തായാലും ഇവിടെ എന്താ കർമാന്നാ പറയുന്നത്. പൊന്നാനി കർമ്മ വരുമ്പോ എന്താ അർഷാദിന്റെ ബോംബ് സോഡ. കാരണം എന്താ അറിയോ, സ്നാം കൂടി അപ്പൊ എന്തായാലും ബോംബ് സോഡ കുടിച്ച് നമ്മൾ അർഷാദേ നമ്മളൊന്ന് അങ്ങോട്ട് നീങ്ങട്ടെ. കൂടി കഴിച്ചാൽ എന്തിനാണ് ഇങ്ങനെ സ്നേഹിക്കുന്നത്? മമ്മു എവിടെ ചോദിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാല് ഇന്നത്തെ ലൈവില് മമ്മു ഉണ്ടാവേണ്ടതാണ്. പിന്നെ നേരത്തെ ലൈവിൽ ഞാൻ പറഞ്ഞ കട്ടായി പോയതുണ്ട്. വയറ്റ് നോക്ക് എനിക്ക് തോന്നുന്നു ആരോ കണ്ണ് വെച്ചിട്ടാന്ന് തോന്നുന്നു മമ്മൂനെ. 2-3 ദിവസം ചക്ക അടിപൊളി ടയ്യാറിലൊക്കെ ചെയ്ത്. അപ്പൊ നമ്മളോട് ഈ കമ്മിറ്റ്മെന്റ് കാരണം കർമാറോട് വരും എക്സ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മള് ഓൾറെഡി അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ മുത്തേ പൊന്നാനി വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ലൈസ് ചിക്കൻ ചാട്ട. ഒന്ന് ട്രൈ ആക്കും. ഇങ്ങനെ സ്നേഹിച്ചാൽ അല്ല ഞാൻ ചെയ്യട്ടെ എങ്ങനെ ചെയ്യണ്ടേ? ഒരു ഗ്ലൗസ് കൊടുക്കടാ. ഞാനൊരു കുക്കാണ്. ഇതെങ്ങനെ ചെയ്യാ? ഇത് ഈ കയ്യിൽ ഇത് പിടിച്ച ഇതിന്റെ പേരെന്താ? ലേസ് ചിക്കൻ ചാട്ട്. ഇത് പൊടിക്കണം. ചെമ്പ ശരിക്കും പൊടിക്കാം. ലേസ് ചിക്കൻ കർമ്മ ട്രെൻഡാണ് സാധനം. അതല്ല അപ്പൊ കുറച്ച് സവാള ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ, കുക്കുംബർ, നല്ല ചിക്കന് ചിക്കൻ ആയാ. ഇനി എന്താ അപ്പോ കർമ്മ റോഡിലെ ലൈസ് ചിക്കൻ അത് വേറെ സോസ് അല്ലല്ല. ചാടിക്ക് അത് നല്ല തൂറ്റിക്കണം. മതി അടുത്ത് പിന്നെ അത് കുറച്ച് ജസ്റ്റ് ഇനി എന്താ മിക്സ് ചെയ്തോ ഞാനിത് മിക്സ് ആക്കിയിട്ട് എന്നെ സ്നേഹിച്ചു കൊള്ളുന്ന നിങ്ങൾക്ക് തന്നെ ഞാൻ തരാം.
ഇത് ഞാൻ പുറത്തെല്ലാം കണ്ട സാധനം. ഒരു മിനിറ്റ് അസ്മാക്കിന്റെ നിക്നെയിം എന്താ അറിയാം? മുഷിമുഖൻ. ഇപ്പോഴും റെഡി ആയില്ല. എന്നാ മുത്തേ ബാക്കി നൈസാണ് നല്ല രസം. ഫോണെടുത്തിനോടാ ഇന്ന് അതെന്താ വിളിപ്പ അങ്ങനെ അവര് പണിയെടുത്ത പണി നമുക്ക് തരുമോ? ഗൈസ് നമ്മളെ ക്യാമറ പഠിക്കുന്നത് ആദിലാണ്. അതില് വേറെ ആരും ഇല്ലാത്തോണ്ടാണ് ആദിലിനെ കൊണ്ട് പഠിപ്പിക്കുന്നില്ലേ. ആദ്യം നമ്മളെ ഫ്രെയിമിൽ ഉണ്ടാകണ്ട. അപ്പൊ മുത്തേ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങിയാലോ? അപ്പൊ എന്തായാലും ഇതിന്റെ ആളാരാണ്? അറഫാത്ത് മുത്തേ, താങ്ക് യു. അപ്പൊ എന്തായാലും ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ എന്താക്കി കർമ്മ റോഡിൽ ഇവിടെ ഫുള്ള് 3 മണി വരെ ഇവിടെ എല്ലാ രീതിയിലും ആക്ടിവിറ്റീസും ഫുഡ് സൂട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ലൈസ് ചിക്കൻ ചാട്ട് ഒന്ന് ട്രൈ ചെയ്യാം. നമുക്ക് അടുത്ത മുത്തേ അങ്ങോട്ട് നടക്കാം. ലൈവ് അതിന്റെ ആണോ? ഇതിലായിക്കട്ടെ. ആ ഓക്കെ. മുത്തേ ഇതാരെ ഫോൺ? കൂടാന്നോ ഗൈസ് മമ്മു നല്ല ലൊക്കേഷൻ, നല്ല ആൾക്കാര്, നല്ല ഫുഡ്. എടാ ട്വിൻസാണ് ടിൻസോ ഞാൻ ബോഡി കൊറേ വെറൈറ്റി ഫുഡുകൾ കണ്ട്. ഇതൊക്കെ എന്താണ്? ലോലിപോപ്പോ, ചിക്കൻ ലോലിപോപ്പ്. ഓ പൊറാട്ടയും ബീഫൊക്കെ ഉണ്ട്. ഞാന് കണ്ടിട്ടുള്ളതാണ്. ഒരു മിനിറ്റ് അടിപൊളി ഫുഡാണ് ഇവിടെ. അപ്പൊ ഇവിടെ 7 മണി തൊട്ട് ഇവിടെ ഫുള്ള് ഓണം. എല്ലാവരും പേര് നോമ്പറന്നിട്ട് 2 മണി വരെ ഫുഡ് ഉണ്ടാവും. ജസ്റ്റ് വന്ന ആൾക്കാർ ട്രൈ ചെയ്യും. നമ്മൾ അങ്ങോട്ട് നടക്കട്ടെ. ഹോട്ട്സ്പോട്ട് നെറ്റില്ല. നെറ്റ് റെഡി ആയി. ഓക്കെ അപ്പൂന്റെ റെഡി ആയി. ഓക്കെ അത് ഇതാക്കിക്കാം. ഇത് ഓക്കെ. ഒരു സീൻ മാത്രമേ എയർടെൽ ഓക്കെയാണ്. ഇവിടെ ഉണ്ട് 5G ഉണ്ട്. ഓണം എന്താ പറയുന്നത്? നമ്മളെ ഇത് കൊടുത്ത അപ്പൂന്റെ കൊടുത്ത നിങ്ങളെവിടെ റേഞ്ച് ഇല്ലാത്തത്? പച്ച ഫോൺ കൊടുത്തോ? സീനാണല്ലോ. അത് കൊടുത്തോ? ഓക്കെ സ്പാം ചെയ്യാ. ഒന്ന് ഓക്കേടോ. എന്തായാലും കണ്ടതിൽ സന്തോഷം. സെറ്റ് ഓക്കെ കാണാം. ഓക്കെയാണ്. എല്ലാരും ഓക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ എന്താ ചെയ്യണ്ട? കാരണം നേരത്തെ മുതലേ പിന്നെ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചതിലാണ് ഇത് ഗതിന്നായതുകൊണ്ടാണ് നെറ്റ് എപ്പോഴും ഉണ്ടാവില്ല. ഇപ്പൊ നെറ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ. അപ്പൊ എന്തായി കഴിഞ്ഞാൽ പഴംപൊരി ബീഫും ട്രൈ ചെയ്യാം. എന്ത് മധുരിങ്ങളെ മേട്ടോ ഇതിലൊന്ന് പാട്ട് വേണമെങ്കിൽ. അപ്പൊ ഗൈസ് ഇതെന്ത് ബീഫ്? മുത്തേ അപ്പൊ നല്ല ചൂടുള്ള പഴംപൊരിയും നല്ല ബീഫ് റോസ്റ്റും നല്ല മണം കേൾക്കുമ്പോ തന്നെ ഒന്നും നമ്മൾ പറഞ്ഞ നല്ല അടിപൊളി ഒന്നുമില്ല. വയറാനെടുക്കും. നിങ്ങൾ നോക്കിട്ട് വാ.
കഴിച്ചില്ല അതുകൊണ്ട് അപ്പൊ എന്തായാലും പഴംപൊരി കോമ്പിനേഷൻ കഴിച്ചില്ലേ? വേൾഡ് ഫേമസ് ആണ് ഈ സാധനം. പഴംപൊരി ബീഫും കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാന്നല്ലേ ഇന്റർവ്യൂലെല്ലാം പറഞ്ഞില്ലേ? അപ്പൊ ഇത്ത അടിപൊളിയാണ്. അപ്പൊ എസ് എന്താക്ക് ഇവിടെ വരുന്ന ആൾക്കാർ ഇവിടെ ട്രൈ ചെയ്യ്. കഴിച്ച എല്ലായിടത്തും അടിപൊളിയാണ്. ബോംബ് സോഡ ബോംബ് സോഡ എന്തൊക്കെ അടിപൊളിയാ. പേര് ഭീകര പേരുകളാണ്. അപ്പൊ അല്ലല്ല നമ്മൾ എന്തൊരു ബിസിനസ് ആയാലും സംരംഭം ആയാലും അപ്പൊ ഇതാ ചിക്കൻ ലോലിപോപ്പ്, പിന്നെ അതേപോലെ തന്നെ പഴംപൊരി ബീഫ് കോമ്പിനേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഗൈസ് വരിക, ട്രൈ ചെയ്യാ. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഏതൊരു കവി എവിടെ ഇടാൻ പറ്റാത്തോണ്ട് ഓൾറെഡി ഇവിടെ ഇട്ടിട്ടുള്ളത്. എന്താ സംഭവം? എന്താ പരിപാടി? ഇങ്ങനെയല്ല ഈ സാധനങ്ങളാക്കി വൈബാക്കണോ? നമ്മളെ ബൂസ്റ്റ് വിളിക്ക് ഉണ്ടാക്കാൻ ഐസ് എടുത്ത് സർബത്ത് ഇടുക, 2 ബാഗ് ബൂസ്റ്റ്. എടാ വേറെന്താ ഇവിടുന്ന് പെർഫോം ചെയ്യാൻ പറ്റിയ? അപ്പൊ കർമ്മയില് നമ്മൾ ബൂസ്റ്റ് അല്ല എന്താ ബോംബ് കുലുക്കി. ബോംബ് കുലിക്കില്ല, ബോംബ് സോഡ, ബൂസ്റ്റ് കുലുക്കി. പിന്നെ പഴംപൊരി ബീഫും, പിന്നെ വേറെന്തോ ലോലിപോപ്പ്, ചിക്കൻ വന്നിട്ടുണ്ട്. അവിടെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ഫുഡ് എന്താ? ഓപ്പറേറ്റോ അല്ല കുഴപ്പമില്ല, നമ്മൾ ഓർത്തില്ല. ബാ പുത്ത എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ അവിടുന്ന് പാട്ടെല്ലാം പാടിയൊന്ന് സെറ്റാക്കി, അത് മിസ്സായി പോയോ എന്ന് ഡൗട്ട് ഉണ്ട്. നമ്മളീ പോകുമ്പോ ഈ കടക്കാര് നമ്മളെ വിളിച്ചിട്ട് അവര് സ്നേഹത്തോടെ ഓരോന്ന് തരുന്ന അപ്പൊ നമ്മൾ പേയാണ്ട് കൊടുക്കാൻ പോയാൽ പോലും വിടുന്നില്ല. അതാണ് ഇപ്പൊ നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിച്ചാ പേ ചെയ്തു. മലപ്പുറത്തിന്റെ സ്നേഹം ഞാൻ പറഞ്ഞു ഇങ്ങോട്ട്
ഇവിടെ വരുമ്പോ അതും കൂടി കഴിഞ്ഞാലും എടാ നിന്റെ വീട്ടിൽ വന്നിട്ട് ആരും ഫുഡ് കഴിച്ചിട്ട് പോകുമ്പോ പേന്ന് ആരെങ്കിലും പറഞ്ഞ നമ്മള് കൊടുക്കുവാടാ സ്നേഹത്തിന്റെ ചേടാ അത് മലപ്പുറം കാര്യം മമ്മു ഇവിടെ എടാ ഞാന് ചിലപ്പം പുതുതായിട്ട് വരുന്ന ആൾക്കാരായിരിക്കും മമ്മു വണ്ടിയിലുള്ളത് ആൾക്ക് ലൂസ് മോഷനും പനിയൊക്കെ ആയിട്ട് ഫുൾ ടയേർഡ് ആയിട്ടുള്ളത് അതുകൊണ്ടാണ് മമ്മു ലൈവിലില്ലാത്തത്. ഓക്കെ പെരുന്നാൾ സമയത്തൊക്കെ നല്ലത് മൊത്തത്തിലൊരു കളറാണ് കേട്ടാ. ഞാൻ കാര്യം പറയണ്ട, ഇനി എന്തെങ്കിലും തിന്നാല് കുലുക്കി മറ്റേ ബോംബ് വേറെന്താണ് ശരിക്കും അവിടെ 2 വയറൊക്കെ എടുത്ത് വരണേ. വേറെ എന്തൊക്കെ കഴിച്ച് എടാ ഓൾറെഡി ഫാമിലി എന്ത് അല്ല ഞാൻ കറാമെന്ന് പറയുന്നത് ഇതാ ഈടല്ലേ കുറച്ചു നേരം നടക്കുമ്പോഴത്തേക്ക് എന്താണ് റോക്കറ്റ് വിളിക്കില്ല നിങ്ങള് ഫുൾ ചാർജ് ആണല്ലോ അങ്ങാണ് കൊച്ചിയിലാണ് ഇതൊക്കെ എന്താണെന്ന് നോക്കി നോക്കെ ചെക്കന്മാരാണ് ഇത് എമ്മ ഓണടാ ഇങ്ങനെ കയ്യൊന്നും വേനാവൂല എങ്ങനെ ആക്കി അശോകെ വീഡിയോ പോസ്റ്റ് ചെയ്യോ? അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയി നോക്കട്ടെ. നിങ്ങൾ ഈ വൈബണ്ടി ഒന്ന് കേറിയതാ. വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചാല് സാധാരണ ഈ ടൈം ആകുമ്പോ നമ്മളെന്താ പറയുക ലേഡീസ് അങ്ങനെ പുറത്തിറങ്ങില്ല. ഇല്ല ഇത് നോക്കുമ്പോ ഉമ്മാമാര് താത്തമാര് ഞാൻ പറയുന്നോണ്ട് ഒരു കാര്യം സീരിയസ്ലി ഞാൻ പറയട്ടെ. അതായത് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്, വേറെ ഒരു രീതിയിൽ ചിന്തിക്കും ചെയ്യരുത്. അതായത് ഒരു സംഭവം എന്ന് വെച്ചാല് പ്രത്യേകിച്ച് ഈ അതായത് മലപ്പുറത്തിനെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പറയും, അതായത് ഇപ്പൊ മുസ്ലിംസ് ഭൂരിപക്ഷം ഉള്ള ഭൂരിപക്ഷം ഉള്ളല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാർ പറയും ഈ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. എടാ നമ്മളിവിടെ വന്നപ്പോ ഞാൻ പറയട്ടെ ഒക്കെ നിങ്ങളെ വെറും ചിന്താഗതി മാത്രമാണ് ഉള്ളത്. ഫാമിലീസ് ആണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞതാ, നമ്മളിപ്പോ ഇങ്ങനെ കേരള സ്റ്റോറി എന്നൊക്കെ നിങ്ങൾ കണ്ടോ? വെറും ഇവിടെ അമ്പലത്തിൽ പരിപാടിയിൽ മുസ്ലിംസ് ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്, ഓൾറെഡി നിങ്ങൾ വെറുതെ ഒരു അജണ്ട ഉണ്ടാക്കേണ്ടിട്ട് അതും ഇതും കുത്തിക്കയറ്റി പറഞ്ഞൊന്നും കാര്യമില്ല. ഇവിടുത്തെ സ്റ്റേ നമ്മൾ ഓൾറെഡി കണ്ട് നൈസാണ്, ഫുൾ ഓണാണ്, വൈബാണ്. ഈ ചെറുതാ കണ്ടില്ലേ, ആടെ കുലുക്കി അടിക്കുന്ന ചെറുതാണ്. അല്ല പുത്ത എന്തല്ല മറ്റേത് റൊണാൾഡോ ഗോട്ട്, റൊണാൾഡോ ഫാൻ. എടാ റൊണാൾഡോ ഇൻസ്പയർ ആയിട്ട് ഒരു കടന്റെ നെയ്മ് തന്നെ ഇട്ടിട്ടാ. പക്ഷെ ഞാൻ റൊണാൾഡോ 7 ഇട്ടാ മതിയില്ലേ? മെസ്സിയിലെ കോട്ട് റൊണാൾഡോ ഗോട്ട്. റൊണാൾഡോ 7 CR7 ഇടുന്നായിരുന്നു. ഈ ഗോട്ട് 7 കണ്ട എല്ലാവർക്കും CR7 എന്നല്ല നമ്മള്. ഇല്ല, അത് ഗോട്ട് റിയൽ ഗോട്ടിനെ കാണാൻ അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഗൈസ് പിന്നെ എന്താണ്
അപ്പൊ ചാറ്റൊന്ന് എൻഗേജ് ആവാൻ വേണ്ടിട്ട് ഞാൻ ചെറിയൊരു തീപ്പൊരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മെസ്സി റൊണാൾഡോ വാറ് നടക്കും. ചാറ്റിന് നോക്കണ്ടെന്ന് ഞാൻ പറയും. ചാറ്റ് പോയി CR7 നെയ്മർ സൈഡായി പോയി നെയ്മർ സൈഡായി അയാളെ പേരിൽ ഷോപ്പ് എന്ന് പറയുമ്പോൾ നമ്മള് റൊണാൾഡോ ഫാനാണെങ്കിൽ നെയ്മർ സൈഡായി നമ്മൾ പറയാൻ പാടില്ല. എന്നായിക്കോട്ടെ നെയ്മർ പോളി ഞാൻ ആരും ഹേർട്ട് ആക്കുന്നില്ല. ചാറ്റിൽ തുടങ്ങിയിട്ടുണ്ട്. മെസ്സിയൊന്നല്ല റൊണാൾഡോ ആണ് സംഭവം മെസ്സി കോട്ടാണെങ്കിൽ നമുക്ക് ഇവരെ സന്തോഷത്തിന് വേണ്ടി അല്ല മെയിൻ ഗോട്ട് 7 എന്നുള്ളത് ഒരു രക്ഷയില്ല. മെയിൻ മെസ്സി പ്ലെയർ എന്തുകൊണ്ട് അയാള് വേറെ ലെവലാണ്. കളിയില്ലേ പ്രാജ്ഞം കൊണ്ട് കഠിന പ്രാജ്ഞം എന്തുകൊണ്ട് കോട്ടായെന്ന് വെച്ചപ്പോ വേറെ ലെവൽ കളിയല്ല. പറഞ്ഞോടക്കി ഞാൻ എതിരൊന്നല്ല, പക്ഷേ ഞാൻ മെസ്സി എനിക്ക് അറിയൊന്നുമില്ല. അതോ സുബൈർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നൈസ് അടിപൊളിയായിട്ട് പോട്ടെ സംരംഭം പരിപാടി കാര്യങ്ങളും. നിങ്ങളെ ഇവിടെ ഈ നാട് ചാറ്റന്മാരും ആൾക്കാരും ഫുൾ വൈബും നാടിന്റെ ഒരു അടിപൊളിയായിട്ട് സ്വീകരിക്കാണ്ടല്ലോ എന്തായാലും കീപ് ഗോയിങ് നല്ല അടിപൊളിയായിട്ട് നൈസ് ആവട്ടെ. എന്തായാലും കാണാം. നമുക്ക് നല്ല ബീഫും പത്തനും കഴിച്ചാലോ. എവിടുന്ന് ഓളൊന്നും വാണ്ടിക്ക നിങ്ങളെ സ്നേഹം മതി. ഞാൻ ഒരു കാര്യം ഇത്രേ ഞാൻ വെറുതെ ഈ മെസ്സി നെയ്മർ മെസ്സി നെയ്മർ റൊണാൾഡോ ഇത് കണ്ടോണ്ടിരിക്കാൻ അതിനിടക്ക് ഒരുത്ത സുനിൽ ഛേത്രി ഒരു ഡബിൾ അത്രക്കൊണ്ടാ ഒരു കോട്ട് സുനിൽ ഛേത്രി. ഇത് എന്ത് ക്യാമറ നിങ്ങൾ നേരെ പിടി. അപ്പൊ ജാസേ മിസ്സായി പോയോ? സോറി അല്ല ഞാൻ പണ്ട് ഇരിക്കുക ഫാമിലിന്റെ ഒപ്പം. പക്ഷെ ഇവിടെ വരുന്നത് വരെ എനിക്ക് ആ സ്ഥലം ഓർമ്മയില്ല. ഞാൻ ആ പാലത്തിന്റെ അവിടെ നമ്മള് എന്തിനോന്ന് സ്പെൻഡ് ചെയ്യാൻ പോയത്. എന്തിനോന്നല്ല, നമ്മള് വെറുതെ ഒരു കാറ്റൊക്കെ കൊണ്ട് പണ്ട് എനിക്ക് ഇവിടെ എത്തിയ സമയത്ത് അത് മനസ്സിലായത്. എന്നാലും ഇങ്ങനത്തെ സ്ഥലം കൊച്ചിയിലില്ലല്ലോ. ലവ് യു മലപ്പുറം. അവിടെ കൊച്ചിയിൽ സംഭവം ഇല്ല ഓണാഴ്ച നമ്മൾ കണ്ടില്ല. നമ്മളിപ്പോ 3-4 ദിവസമായി കൊച്ചിയിൽ അയ്യാറിലായിരുന്നു. ഈ കർമ്മ റോഡിലെ ഇപ്പൊ ഈ ആളും വേളും ഈ കടകളെല്ലാം നോമ്പിന് മാത്രമാണ്. ഫുൾ ടൈം ഇവിടെ എങ്ങനെ ഇടയ്ക്ക് കുറച്ചുകൂടി കൂടുതൽ ക്രൗഡ്. മാച്ചബിൾ എനർജിയാണ് നമുക്ക്. നമ്മളെ കൊണ്ട് കൂടിയാ കൂടില്ല. ഇല്ല അതൊന്ന് മുട്ടാൻ നിൽക്കണ്ട, നമുക്കൊന്നും ആവൂല. അത്രയും വൈബ് ഫുൾ ആയിട്ടുള്ളത്. അപ്പൊ ശരി എന്നാലും ഓക്കെ കാണാം. പൊളിക്ക് ക്യാമറമാൻ കം ടു ഫ്രണ്ട്. ക്യാമറമാന് ചില അപാകതകൾ ഉണ്ടാവും. നിങ്ങൾ ക്ഷമിക്കണം. കാരണം ക്യാമറ പിടിച്ച് ശീലാത്തൊരു പാവം പൈതലാണ്. ആരാന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഒരു മിനിറ്റ്. അതിലെവിടെ ചോദിക്കുക. മാസ്കറ്റ് ബാക്കി നിൽക്കുന്നുണ്ട്. രാജകുമാരൻ ആദിലാണ് ക്യാമറ. നിങ്ങളെ മെസ്സിയും റൊണാൾഡോന്റെ ഓരോ ഇതാക്കിട്ട് സന്തോഷം. വിജയ കേരളത്തിന്റെ കോട്ടല്ലേ? വിജയ അല്ല അയ്യവിജയൻ അങ്ങനെ കേരളത്തിന്റെ കോട്ടല്ലേ? ഇല്ലെങ്കിലും വേണ്ട, ചോളൊന്നും വേണ്ട. ഓടി പള്ള ഫുള്ളാണ്. ഇവരെ സ്നേഹം കൊണ്ട് തന്നെ നമ്മളെ മനസ്സ് നിറഞ്ഞു. നല്ല പരിപാടി. അപ്പൊ നമുക്ക് ഈ കർമ്മേലി കടകളല്ലാണ്ട് വേറെന്താ പരിപാടി ഇവിടെ? ഫുഡടി തന്നെ ഇത്ര നേരം നമ്മൾ അടിച്ചത്. നല്ല ബീഫും പത്തിലൊക്കെ വാടക എടുത്തിട്ടൊന്നും വന്നില്ല. വയറ് 1.5 അടി പോലും. പിന്നെ പാർക്കൊന്നുമില്ലടാ. ഇവിടെ പാർക്ക് കുഞ്ഞു പിള്ളേരെ പാർക്കുണ്ട്. മറ്റേ പിള്ളേരല്ലേ? പിന്നെ ഞാനൊക്കെ ഊഞ്ഞാലിനൊക്കെ ഞാൻ പറഞ്ഞ ശരീരത്തിന് മാത്രമേ ശരീരത്തിന് വളർച്ചയല്ലോ. കണ്ണൂര് വാന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ നോക്കട്ടെ. നമ്മൾ ഒരു സ്ഥലത്ത് ഇനി വരൂന്ന് പറയുന്നില്ല. കാരണം നമ്മള് കാസർഗോഡും പറയുന്നുണ്ട് ആൾക്കാര്. അല്ല എന്റെ സംബന്ധിച്ച് നമ്മള് പറയുന്നുണ്ട്. ഉള്ള ഓടാണ് എല്ലാവരും. മുത്തേ വാ, നമുക്ക് കാസർഗോഡ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കണ്ണൂർ സിറ്റി ഉണ്ട്. മോനെ
അല്ല കാസർഗോഡ് നമ്മൾ പോകണ്ട. കാസർഗോഡ് സത്യം പറഞ്ഞല്ലേ ഒരു മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സംഭവം ഉണ്ട്. അവിടെ എന്തോ കച്ച് അവിടെ നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാലും മതി. നമുക്ക് ഇവിടെ മിസ്സായി പോയാൽ കാസർഗോഡ് ഞാൻ കൊണ്ടുപോകും. ഇവിടെ വന്ന് ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ട് കാസർഗോഡ് ഫുൾ ചെലവ് എടുക്കോ. അപ്പൊ പെപ്പെ ഫാഷൻ സ്റ്റോറിന്റെ മുതലാളി ജംഷിക്ക ഓ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ സാധനം ഇങ്ങനെ കുത്തി കുത്തി. അതല്ല ഇതാണോ നമ്മള് സാധനം അപ്പൊ എന്തായാലും ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യാം എല്ലാ രീതിയിലും. അപ്പൊ ഇവിടെ സ്നോബോ അപ്പൊ സ്നോബോയിൽ വന്നിട്ട് ആ ഈ ഐസ്ക്രീമിന്റെ സാധനമൊക്കെ കഴിക്ക് പറ്റുന്നില്ല സപ്പോർട്ടൊക്കെ എല്ലാരും ചെയ്യും. അപ്പൊ എന്തായാലും പൊളിക്ക് അടിപൊളിയാണ്. അയ്യാറിലോ വന്നിട്ട് മൊത്തം ഒരു ഫുഡ് ബ്ലോഗോ അല്ല പ്രൊമോഷൻ അയ്യാറിലോ പോലെ ആയിട്ടുള്ള. കാരണം കാണുന്ന പീടിക്കാരെല്ലാം വിളിച്ചിട്ട് തീറ്റ തരുന്നു. പൈസ കൊടുക്കാനും വിടുന്നില്ല. നല്ലത് പറയും വേണോ ഇതിൽ നിങ്ങൾ വേറെ വിചാരിക്കരുത്. കാരണം എന്താ അറിയാം നമ്മളും ആ രീതിയിലേ കാണുന്നുള്ളൂ. ഇത് പ്രൊമോഷൻ മെന്റാലിറ്റിയിലല്ല. ഇത് നമുക്ക് അവര് നമ്മളെ ആ ട്രീറ്റ് ചെയ്യുന്ന രീതി. അപ്പൊ നമ്മളൊക്കെ ഉണ്ടാകുന്ന രീതി നമ്മള് ജസ്റ്റ് ഒരു പറച്ചിലല്ലടാ. അതിനിപ്പം വലിയ സീനൊന്നും ഇല്ലല്ലോ. അത്ര മാത്രം കണ്ടാൽ മതി. നമ്മളെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്നേഹം. വേറെ പറ. പാർക്കിൽ ചെറിയ കുട്ടികളാണ് ഞങ്ങളൊക്കെ കുഞ്ഞു പിള്ളേരാടാ. ഒന്ന് മുഖത്ത് നോക്കി നോക്കി എന്താ കുഞ്ഞു ചെക്കനാ പോലും. ആടാ ഞാൻ താടി ഉള്ളോണ്ടല്ലേ എനിക്ക് പ്രശ്നം. ഇത് പഠിച്ചില്ലടാ. ഒരു മനുഷ്യൻ സാധാരണ വളരുന്ന ഒരു വളർച്ചയുണ്ട്. അതും കഴിഞ്ഞിട്ട് അതിക്രമിച്ചിട്ടുള്ള നിങ്ങൾ എല്ലാ രീതിയിലും. ഡിസംബർ കഴിയുമ്പോഴത്തേക്ക് എത്രയാവും? 27 34. ക്വാളിറ്റി ഒക്കെ അല്ലേ? ക്വാളിറ്റി കൂട്ടാ ഡബ്ല്യു ക്യാമറമാൻ ആയിക്കോട്ടെ. എന്റെ ഫേവറേറ്റ് സ്ട്രീമർ എന്ന് പറയുകയാണെങ്കിൽ ജാസി ഫേവറേറ്റ് ഫ്രണ്ട് സർക്കിളിലെ ഫേവറേറ്റ് സ്ട്രീമർ വൺ ഓഫ് ജാസി ഉണ്ട്. ഞാൻ ഗ്ലോബലി പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഐസോ സ്പീഡ് ആണ്.